സി സോണിയുടെ A1 Mark II ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അത് ഇറങ്ങിയപ്പോൾ തൊട്ട് തന്നെ ഭയങ്കര ഹൈപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തൊരു ക്യാമറയാണ്. ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഡ്രീം ക്യാമറയാണ്, ആരെങ്കിലും എനിക്ക് ഗിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ക്യാമറ മാത്രമേ ഗിഫ്റ്റ് ചെയ്താമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരിട്ടിരിക്കുകയാണ്. ശരിക്കും ഈസി ഞാൻ ഇപ്പോൾ പറയാൻ കാരണം ഈ ഒരു പ്രൊഡക്റ്റ് സോണി A1 Mark II എന്ന് പറയുന്ന റിലീസായിട്ടുള്ള പ്രൊഡക്റ്റ് 4 കൊല്ലത്തിന് ശേഷമാണ്, ഓൾമോസ്റ്റ് 4 കൊല്ലത്തിന് ശേഷമാണ് സോണി ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ തന്നത്. അതായത് സോണി A1 ഇറങ്ങിയിട്ട് 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് സോണി A1 Mark II റിലീസായിട്ടുള്ളത്. പക്ഷേ ഈ 4 കൊല്ലം എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് അത് കൊടുത്തിട്ടുണ്ടോ? ഒരു 5.5 ലക്ഷം രൂപയാണ് അതിൻ്റെ ഒരു ബോഡിക്ക് വില വരുന്നത്. ഈ 5.5 ലക്ഷം രൂപ കൊടുത്ത് നമ്മൾ 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എടുക്കുമ്പോഴത്തേക്കും അതിനൊത്ത എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഇത് എങ്ങനെ ഇത് മുതലാക്കിയെടുക്കും? ഇപ്പോൾ 8 എക്സ്പോസ് മേടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരിപ്പോഴേ പറയുന്നുണ്ട് A1 Mark II എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഈ 5.5 ലക്ഷം രൂപ കവർ ചെയ്തെടുക്കണമെങ്കിൽ എത്ര കാലം എടുക്കും? ഈ ഒരു 8 എക്സ്പോസ് മേടിക്കുന്ന ഒരാൾ ഒരു 1000 റുപ്പീസ് ഫ്യൂലും ഒരു 1000 റുപ്പീസ് കൂടെ വരുന്ന പയ്യനും കൊടുത്തു കഴിഞ്ഞാൽ ആയക്കൂടെ കയ്യിൽ കിട്ടുന്നത് 6 രൂപയാണ്. ഈ 6 രൂപ വെച്ചിട്ട് 100 വർക്ക് എടുക്കണം. അവന് ഈ ഒരു എമൗണ്ട് കവർ ചെയ്ത് കിട്ടണമെങ്കിൽ അതിൻ്റെ പല കാര്യങ്ങളും ഇല്ലേ? 100 വെഡ്ഡിങ് എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? അതാണ് ഞാൻ ശരിക്കും പറഞ്ഞത്. ഇത് ഭയങ്കര രീതിയിൽ ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ക്യാമറയാണ്. നമ്മൾ Z8 അല്ലെങ്കിൽ കനോണിൻ്റെ R5 Mark II ഇതിൻ്റെയൊക്കെ സ്പെക്ക് തന്നെ ഓൾമോസ്റ്റ് അതിനേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കര സ്പെക്കും കാര്യങ്ങളൊന്നുമില്ല. ഈ അതൊക്കെ എടുക്കുമ്പോൾ 3.5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഈ Z8 അല്ലെങ്കിൽ R5 Mark II ഒക്കെ എടുക്കുന്നത്. അപ്പം 5 ലക്ഷം രൂപ എക്സ്ട്രാ 2 ലക്ഷം രൂപ കൂടുതൽ കൊടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു ക്യാമറ എടുക്കാൻ വേണ്ടിയിട്ട്. അതിനൊത്തൊരു സ്പെക്ക് ശരിക്കും പറഞ്ഞില്ല. ഈ 4 കൊല്ലത്തിന് ശേഷം ഇവർ ഇറക്കിയപ്പോഴത്തേക്കും ഈ A1 കമ്പയർ ചെയ്ത് A1 Mark II എടുത്ത് നോക്കുമ്പോഴത്തേക്കും വളരെ എന്താ പറയുക, 8 ആക്സിസ് ഇമേജ് സ്റ്റെബിലൈസേഷനും പിന്നെ എയർ ട്രാക്കിങ്ങിലൊക്കെ വരുന്ന ഇമ്പ്രൂവ്മെൻ്റ് അല്ലാണ്ട് വേറെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, വേറെ എന്ത് അപ്ഡേറ്റാണ് വന്നത്? സെയിം സെൻസർ, സെയിം മെഗാപിക്സൽ, 30 ഫ്രെയിം പെർ സെക്കൻഡ് എല്ലാം സെയിം തന്നെയാണ്. അപ്പം വികാരം ഓക്കെ, എല്ലാവരും സോണി ഫാനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പം ഞാനും സോണി ഫാനൊക്കെ തന്നെയാണ്. പക്ഷേ ഈ വികാരങ്ങൾ മാറ്റി വെച്ചിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഈ പൈസ നോക്കി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ, ഇവരൊക്കെ ചാടി കയറി പെട്ടെന്ന് തന്നെ ഒരുപാട് രൂപ ഇതിലോട്ടൊന്നും ഇൻവെസ്റ്റ് ചെയ്യരുത്. അപ്പോൾ ശരിക്കും ഇതൊരു ഓവർ പ്രൈസ്ഡ് ക്യാമറയാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഓവർ പ്രൈസ്ഡ് മാത്രമല്ല, ശരിക്കും യൂസേഴ്സിനെ പറ്റിക്കുന്ന പരിപാടിയിൽ അവർ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. FX2 ആവട്ടെ, FX3A ഇറങ്ങിയതാവട്ടെ, എല്ലാം ഇത് തന്നെയാണ്. ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല. ഇത്രയും വർഷത്തിന് ശേഷം ഒരു അപ്ഡേറ്റും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചാടി കയറി എന്തായാലും ഇതിലോട്ട് ഇൻവെസ്റ്റ് കൊടുക്കണ്ട. ഒന്ന് നോക്കി കണ്ട് പൈസ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ചിലവാക്കിയോ. പൈസ ഇല്ലാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ അവർ ബോഡി ഇറങ്ങി എന്നും പറഞ്ഞുകൊണ്ട് ഒത്തിരി രൂപ കൊണ്ട് അതിലിടേണ്ട ആവശ്യമൊന്നുമില്ല. നോക്കി കണ്ടും ചെയ്യാം. പറയാൻ വേണ്ടിയാണ് വന്നത്. സോ ഫോട്ടോഗ്രാഫി ബേസ്ഡ് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.